സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഗാശിയ ഹൽ അതാക എന്ന് നമ്മൾ പറയാറുള്ള സൂറത്ത് 26 ആയത്തുകളുള്ള ചെറിയ സൂറത്താണ്. സൂറത്തുൽ അഅല സബ്ബിഹിസ്മ സൂറത്ത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ആ സൂറത്ത് ഓതുന്ന നിസ്കാരങ്ങളും ഓതൽ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഇങ്ങനെയുള്ള നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ഓതാറുള്ള സൂറത്താണ് സൂറത്തുൽ ഗാശിയ എന്ന് പറയുന്ന സൂറത്ത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനരായ ലഹാഖ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തെഴുതുകയാണ്, എഴുത്ത് കൊടുത്തു വിടുകയാണ്. എഴുത്തിലൊരു ചോദ്യമാണ്, അയ്യു ഷൈഇൻ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅത്തി സിവാ സൂറത്തുൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ ജുമുഅ, മുനാഫിഖൂന അല്ലെങ്കിൽ സൂറത്തുൽ അഅല, ഗാശിയ ഇതൊക്കെയാണ് ഓതാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ സൂറത്ത് അല്ലാതെ പിന്നെ ഓതുന്ന സൂറത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാന യഖറഉ ഹൽ അതാക. ഹൽ അതാക സൂറത്ത്, സൂറത്തുൽ ഗാശിയ എന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതാറുണ്ട്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച സുബഹയിലും അതുപോലെ ജുമുഅയിലുമൊക്കെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഗാശിയ എന്ന് പറയുന്നത്. ഈ സൂറത്തിൽ 26 ആയത്തുകളും 92 കലിമത്തുകളും 381 ഹർഫുകളുമാണ് ഈ സൂറത്തിൽ ഉള്ളത്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട മഹത്വമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഗാശിയ എന്ന് പറയുന്ന സൂറത്ത്. ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള ഉള്ളടക്കം എന്താണ്? അല്ലാഹു ഇതിന്റെ തുടക്ക ഭാഗത്ത് 2 വിഭാഗം ആളുകളെയാണ് പറയുന്നത്. ഒന്ന്, ആഖിറത്തിൽ പരാജിതരായ ആളുകൾ, അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ പരാജയപ്പെട്ടു പോയ ആളുകളെ കുറിച്ചും അതുപോലെ തന്നെ വിജയികളായ ആളുകളെ കുറിച്ചുമുള്ള അവസ്ഥകളെ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. നബിയെ, നാളെ ഖിയാമത്ത് നാളിൽ വന്ന് പൊതിയുന്ന ഒരു അവസ്ഥയെ അങ്ങേക്കതിന്റെ വിവരങ്ങളെ ലഭിച്ചിട്ടില്ലയോ നബിയെ? അഹ്വാലുകളെ, സൃഷ്ടികൾക്ക് ഖിയാമത്ത് നാളിൽ വന്നുപെടുന്ന അവസ്ഥകൾ, അവരെ വന്ന് പൊതിയുന്ന അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നുപെടുന്ന സാഹചര്യങ്ങളെ അങ്ങേക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ നബിയെ? ആ സമയത്ത് വുജൂഹു യൗമഇദിൻ ഖാശിഅ, ഒരു വിഭാഗം ആളുകൾ അവരുടെ മുഖങ്ങളെല്ലാം വിനയാന്വിതമായി താഴ്ന്നു നിൽക്കുകയാണ്. നാണം കൊണ്ടാകട്ടെ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ ഖുശൂഉള്ളവരായി അഭിനയിക്കുകയാണ്, അവര് മാറുകയാണ്, അങ്ങനെ മാറേണ്ടി വരികയാണ്. കാരണം എന്താണ് അങ്ങനെ വലിയ വിനയമുള്ളവരെ പോലെ നിൽക്കുന്നത്? ആമിലത്തുൻ നാസിബ, അവര് ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിച്ചവരെ പോലെയാണ് അവർ നിൽക്കുന്നത്. അധ്വാനിച്ച് ക്ഷീണിച്ചവരെ പോലെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവരുടെ കഴുത്തിലും ശരീരത്തിലുമൊക്കെ ബന്ധിച്ചിരിക്കുന്ന ഇരുമ്പിന്റെ ചങ്ങലകൾ, ചൂടുള്ള ഇരുമ്പിന്റെ ചങ്ങലകൾ താങ്ങിയിട്ടവർക്ക് പൊങ്ങാത്ത രീതിയിൽ അവർ വലിയ വിഷമം സഹിക്കുകയാണ്. അങ്ങനെ ക്ഷീണിച്ചു പോയതാണെന്ന് തഫ്സീർ ജലാലീനി പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ തന്നെ മറ്റൊരായത്തിൽ കാണാം, സൂറത്തുൽ ഗാഫിർ എന്ന് പറയുന്ന സൂറത്തിലെ 71, 72 ആയത്തുകളിൽ ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം,
ദോഷികളായ ആളുകളുടെ പെരടിയിൽ, അവരുടെ പിഴടിയിൽ ഒരുപാട് ചെങ്ങലുകളുണ്ട്, വസ്സലാസിലു ചെങ്ങലുകളുണ്ട്, അതുപോലെ തന്നെ ഇരുമ്പിന്റെ കണ്ണികളുണ്ട്. അങ്ങനെ ആ ചെങ്ങലുകളും കണ്ണികളുമെല്ലാം യുസ്ഹബൂന ഫിൽ ഹമീമി ثم في النار يسجرون. അവര് ആ കണ്ണികളെ താങ്ങി നടക്കുകയാണ്. താങ്ങി നടക്കുമ്പോൾ അവർക്കത് താങ്ങാനുള്ള കഴിവില്ല. എന്നിട്ടോ അവര് നടക്കുന്നതോ ഫിൽ ഹമീം, നല്ല ചുട്ടു തിളച്ചു മറിയുന്ന പാനീയത്തിലൂടെയാണ് നടക്കുന്നത്. മഅദല്ലാഹ്. നോക്കൂ നിങ്ങൾ, നല്ല ചൂടുള്ള ഇരുമ്പിന്റെ കണ്ണികൾ, ഇരുമ്പ് ചുട്ട് പഴുപ്പിച്ച് ചെങ്ങലകൾ കൊണ്ട് നമ്മുടെ പെരടിയിൽ തൂക്കിയതിന്റെ ഭാരം സഹിക്കവയ്യാതെ മനുഷ്യൻ നടക്കുമ്പോൾ, ഭാരമുള്ള അരിയുടെ ചാക്ക്, അതുപോലെ ലോഡ് ചുമക്കുന്ന ആളുകൾക്കറിയാം, തലയിൽ ഭാരമുള്ളപ്പോൾ അടി തെറ്റാൻ പാടില്ല, കാല് തട്ടിത്തടയാൻ പാടില്ല. കുണ്ടും കൊടിയുമുള്ള നിലത്തിലൂടെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ഭാരം ചുമന്ന്, കേവലം ഭാരമല്ല, തീ വല്ലാതെ ചൂടേറിയ ആ തീക്കണൽ താങ്ങി അവൻ നടക്കുമ്പോൾ, നടക്കാൻ അവന് ബാലൻസ് കിട്ടാതിരിക്കാൻ അള്ളാഹു കൊടുക്കുന്ന വലിയ അദാബ് എന്താണ്? ഫിൽ ഹമീമി, അവൻ നടക്കുന്നത് ഇതിലൂടെയാണ്. കാലുരച്ച് നടക്കുന്ന വഴിയിൽ അള്ളാഹു തിളച്ചു മറിയുന്ന വെള്ളം നൽകിയിരിക്കുകയാണ്. അപ്പൊ അടി തെറ്റും, താങ്ങി നടക്കാൻ പറ്റൂല, അടി തെറ്റിപ്പോവും. അങ്ങനെയുള്ള മനുഷ്യൻ സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, അവനെ നരകത്തിലേക്ക് എറിയാനുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വുജൂഹു യൗമഇദിൻ ഖാശിഅ, ഒരു വിഭാഗം ആളുകൾ അവർ തല താഴ്ത്തി കൂപ്പി നിൽക്കുകയാണ് പടച്ചവന്റെ മുമ്പിൽ. അവരെന്തിനാണ് അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത്? ആമിലത്തുൻ നാസിബ, അവര് അവിടെ നിന്ന് അവരുടെ ചങ്ങലകളെ താങ്ങി തഅബാനായി പോയിരിക്കുന്നു, വലിയ ക്ഷീണിതരായി പോയിരിക്കുന്നു. അവിടത്തെ അധ്വാനം, അവിടെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള ശിക്ഷയെ ഏറ്റുവാങ്ങിയിട്ട് അവർ ക്ഷീണിച്ചു പോയി. നല്ലപോലെ അധ്വാനിച്ച് പ്രതിഫലമില്ലാത്ത ഒരാളെ പോലെ നിൽക്കുകയാണ്. അവരുടെ മുഖത്ത് അതിന്റെ ഭാവം കാണുന്നുണ്ട്. അതുകൊണ്ട് അധ്വാനം, നമ്മൾ എപ്പോഴും അധ്വാനിക്കുന്ന അധ്വാനങ്ങളെ നാളേക്ക് ഫലമുള്ള അധ്വാനങ്ങളായിരിക്കും. നാളേക്ക് നമുക്ക് പ്രതിഫലം വല്ലതും കിട്ടുന്ന അധ്വാനങ്ങളായിരിക്കണം. നമ്മുടെ അധ്വാനങ്ങൾ അങ്ങനെ ആകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചു, ഈമാനില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ എത്രയോ അധ്വാനങ്ങൾ അവനുണ്ട്, എത്രയോ അധ്വാനങ്ങൾ ഈ ദുനിയാവിലുണ്ട്, എത്രയോ സമ്പാദിക്കുന്നുണ്ട്. രാവ് നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയിൽ ഡ്യൂട്ടി ചെയ്ത് വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ഈമാൻ ഇല്ലാത്തത് കൊണ്ട് നാളെ ആഖിറത്തിൽ അതുകൊണ്ട് ഗുണമില്ല, വെറുതെ ഒരു അധ്വാനമായി പോവുകയാണ്. അങ്ങനെയുള്ള അധ്വാനം ഒരിക്കലും ഒരു മുഅ്മിനിന്റെ അധ്വാനാകാൻ പാടില്ല. നാളേക്ക് ഗുണമുള്ള അധ്വാനങ്ങളും ഗുണമുള്ള അമലുകളാണ് വേണ്ടത്. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. നാളെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും ആഖിറത്തിൽ ഗുണമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ അമലാണ്. അല്ലെങ്കിലോ അത് ഇസ്ലാം അനുവദിക്കാത്തതാണെങ്കിൽ നാളെ അതുകൊണ്ടൊരു ഗുണവും ഇല്ല എങ്കിൽ അത് എനിക്ക് വലിയ അപകടം ചെയ്യുന്നതാണ്. ബുദ്ധിയുള്ള ഒരാൾ ഏതായാലും ഗുണമില്ലാത്തൊരു അമൽ ചെയ്യൂലല്ലോ. ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തായാലും ഗുണമുള്ള അമലേ ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പൊ ഫുട്ബോൾ നടക്കുകയാണ്, ലോകകപ്പ്, അല്ലേ? ലോകകപ്പ് നടക്കുകയാണ്. ആയിരങ്ങള് ലക്ഷങ്ങള് ചെലവഴിച്ചിട്ട് എത്രയാണ് നമ്മുടെ കേരളത്തിന്റെ തെരുവീതികളിലൂടെ ഫ്ലക്സുകൾ മത്സരിച്ചു വെക്കുകയാണ്, അല്ലെ? ബോർഡിൽ 700 മീറ്റർ ബോർഡ്, നീളമുള്ള ബോർഡ് ബ്രസീൽ വെക്കുമ്പോ ബ്രസീൽ പറയാണ്, ഇതിനേക്കാൾ നീളമുള്ളത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കടാ. അപ്പൊ അപ്പുറത്ത് അർജന്റീനന്റെ ഫ്ലക്സ് അതിലും വലുത് വരികയാണ്. മത്സരിച്ചു വെക്കുകയാണ്. ഇതുകൊണ്ട് നാളേക്ക് എന്ത് ഗുണമുണ്ട് എന്ന് ആലോചിച്ചാൽ ഗുണമൊന്നും ഉണ്ടാവില്ല. നാളേക്ക് എന്ത് ഗുണമുണ്ട്? ഗുണമില്ല. ഏതോ രാജ്യത്ത് കളിക്കുന്ന ആൾ, പിന്നെ കളി അത് ചില ആളുകൾക്കൊരു ഹോബിയാണ്. കളി, ഫുട്ബോള്, ക്രിക്കറ്റ് ഒക്കെ ഔറത്ത് വെളിവാക്കാത്ത കളികൾ ഇസ്ലാം എതിർക്കുന്നില്ല, ഹലാലാണ്. വ്യായാമത്തിന് ആരോഗ്യത്തിനൊക്കെ ആകാം. പക്ഷെ അതിന്റെ ഭ്രാന്തന്മാരാകരുത്. നാളേക്കുള്ള ഒരു ജീവിതത്തെ മറന്നുകൊണ്ട് ഒരു ഭ്രാന്ത് നമുക്ക് കടന്നു വരാൻ പാടില്ല.
ഉറക്കൊഴിച്ച് ലോകത്തിന്റെ ഏതോ ദിക്കിൽ കിടക്കുന്ന ഒരു കളി അവിടത്തെ കൃത്യമായ സമയത്ത് വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സമയം ചിലപ്പോൾ പാതിരാത്രി ആയിരിക്കും. ജീവിതത്തിൽ ഇന്ന് വരെ തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും എഴുന്നേൽക്കാത്ത ഒരു ചെറുപ്പക്കാരൻ രാത്രി ഉറക്കൊഴിച്ചിരിക്കുകയാണ്. 3:05 നോക്കിയിരിക്കുകയാണ്. 3:05 കളി തുടങ്ങാനായി അല്ലേ? ഇന്നും സുബൈക്ക് മുമ്പ് എത്രയോ അങ്ങാടികളിൽ സ്ക്രീനിന്റെ മുമ്പിൽ ചെറുപ്പക്കാർ കൂടിയിരുന്നിട്ടുണ്ട്. കൂടിയിരുന്നവരിൽ പലരും ചിലപ്പോൾ ഇവിടെയും കൂടിയിരുന്നിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ നോക്കണം, എത്രയാണ് അതിന് പണം. ഒരാൾ പറഞ്ഞു ലോൺ എടുത്തിട്ടാണ് ഇത്ര ഫ്ലക്സ് കട്ടൗട്ട് ബോർഡ് വെച്ചത്. ലോൺ എടുത്തിട്ട് ആർക്ക് വേണ്ടിയാണത്? ഒന്നുകൂടെ ചോദിക്കട്ടെ, ആർക്ക് വേണ്ടി? കളിക്കുന്ന ആളുകൾക്ക് സ്വഭാവമൊക്കെ നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ഇവരൊന്നും യഥാർത്ഥത്തിൽ അവരുടെ ഏത് മതമാണെങ്കിലും മതാചാര പ്രകാരമുള്ള വിവാഹം പോലും ചെയ്യാത്തവരാണ്. ഗേൾ ഫ്രണ്ടുകൾ 2-3 വർഷം വ്യഭിചരിച്ച് നടക്കുന്നു, പിന്നെ ആ ഫ്രണ്ടിനെ മാറ്റുന്നു, അടുത്ത ഫ്രണ്ടിനെ ആക്കുന്നു. ഇങ്ങനെയുള്ള നിത്യ വ്യഭിചാരികളായ ആളുകൾ ഇസ്ലാമിക വീക്ഷണത്തിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു ഫാനായി മാറുക എന്ന് പറയുമ്പോൾ നാളെ ആഖിറത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര വലിയ അപമാനമുണ്ട് അതിൽ. ഇന്നലെ വെള്ളിയാഴ്ച ഒരു ഖത്തീബ്, എറണാകുളം ജില്ലയിലെ പ്രഗത്ഭരായ ഒരു പള്ളിയിലത്തെ ഒരു ഖത്തീബ് പറയാണ്, ഇന്ന് രാവിലെ ഇന്നലത്തെ പ്രസംഗത്തിൽ ഞാനിത് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളെ പള്ളിയുടെ മെയിൻ ഗേറ്റിന് മുമ്പിൽ വലിയൊരു കട്ടൗട്ട് ബോർഡ് വെക്കുകയാണ് ചെറുപ്പക്കാരെല്ലാം കൂടിയിട്ട്. വലിയൊരു ബോർഡ് വെച്ചിട്ട് ഉസ്താദിന്റെ അടുത്തേക്ക് വരികയാണ്. ബറക്കത്തിന് വേണ്ടി കൈമടക്കം കൊടുത്തു. ഉസ്താദിന് നല്ലൊരു കൈമടക്കം കൊടുത്തിട്ടൊല്ലു പോയി. എന്നാ പിന്നെ വെള്ളിയാഴ്ച ഉസ്താദിന് അതിനെപ്പറ്റി പ്രസംഗിക്കൂലല്ലോ, മുപ്പരിക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ബറക്കത്തിന് വേണ്ടി ഒന്നും കൊടുത്തു. പക്ഷെ എന്നാലും ഇന്ന് ഇവിടെ കട്ടൗട്ട് ബോർഡ് വെച്ച് അത് വെച്ച് കളി കണ്ട പല ചെറുപ്പക്കാർ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട് കേട്ടോ. സുബഹി നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു. ചില ചെറുപ്പക്കാർ വന്ന് ഇവിടെ ജമാഅത്തായി വന്ന് നിസ്കരിച്ചു പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത്, നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു കളി കാണുമ്പോൾ അത് നിസ്കാരം ഖളാ ആകാൻ അത് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ ആ കളി കാണാൻ പോക്കെന്നെ ഹറാമായി മാറും. കാരണം നിസ്കാരം ഖളാ ആകാൻ അത് കാരണമാകുന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിനെ എതിർക്കുകയല്ല. നമ്മൾ ആവശ്യത്തിനാണ് അതൊക്കെ വേണ്ടത്. ആഖിറം മറന്നിട്ട് അതിന്റെ ഭ്രാന്തന്മാരാകാൻ പാടില്ല എന്ന് മാത്രം. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ നോക്കൂ, നിങ്ങൾ പ്രവർത്തനങ്ങൾ നാളെ ഫലം കിട്ടുന്നതാകണം. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ വിരൽ കടിക്കുന്നവരായി മാറാൻ പാടില്ല. ആമിലത്തുൻ നാസിബ എന്ന് അവിടെ അധ്വാനിച്ച് ക്ഷീണിച്ച ആളുകളാണ്, പക്ഷെ അവർക്ക് വല്ല ഫലവുമുണ്ടോ? അതുകൊണ്ട് ഫലമില്ലാത്ത ആളുകളായി മാറുകയാണ്. അവിടെയുള്ള ഭാരം ചുമന്ന് ചൂട് സഹിച്ച് അലാമിനെ സഹിക്കുമ്പോൾ അവർ ക്ഷീണിതരാണ്, പക്ഷെ അവർക്കതുകൊണ്ട് കാര്യമില്ല. അവരെ ആ ചുട്ടുകൊള്ളുന്ന നരകത്തിലേക്ക് അല്ലാഹു തആല വലിച്ചെറിയുന്നതാണ്. മാത്രമല്ല അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമേതാണ്? നല്ല കഠിനമായ ചൂടുള്ള പാനീയമാണ്. ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീഅ. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമേതാണ്? ഒരു നാക്കാലിയും ഭക്ഷിക്കാത്ത കള്ളിമുൾ ചെടികൾ ഭക്ഷിക്കുന്ന ജീവികളുണ്ട്. എന്നാൽ അതിനേക്കാൾ ശക്തമായ ചൂടുള്ള ആ മുള്ളാണ് അവർക്ക്, തറച്ചു കയറുന്ന മുള്ളാണ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്. ആ ഭക്ഷണം കിട്ടിയാലും ആ വെള്ളം കുടിച്ചാലും അവരുടെ ദാഹം മാറുന്നുണ്ടോ? അവർക്കതിൽ നിന്ന് പോഷകങ്ങൾ നൽകുന്നുണ്ടോ? ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ്. ആ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരെ വിശപ്പ് മാറണമെന്നില്ല. വിശപ്പ് മാറിയിട്ടില്ലെങ്കിൽ ശരീരത്തിന്റെ ക്ഷീണത്തിനുള്ള എന്തെങ്കിലും പോഷകത്തിൽ അടങ്ങിയിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ പിന്നെന്താണ്? വെള്ളവും ഭക്ഷണം കിട്ടുന്നു, അത് കുടിക്കുന്നു, കിട്ടിയതാവട്ടെ എന്ന് കുടിക്കുമ്പോൾ അതും അദാബാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇത് മോശക്കാരായ മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് അള്ളാഹു പറയുന്നു, നമ്മളെല്ലാ ആഴ്ചയിലും കേൾക്കുന്ന സൂറത്താണിത്. നല്ല ഹസനാത്തുകൾ ചെയ്ത മനുഷ്യരാണ്. അവരുടെ ദുനിയാവിലെ അധ്വാനം അള്ളാഹുവിനെ വഴിപ്പെട്ട അധ്വാനമാണ്. റാളിയത്തുൻ, അല്ലാഹു തആല തൃപ്തിപ്പെട്ട ആ പ്രവർത്തനങ്ങളെ കൊണ്ട് ആഖിറത്തിൽ അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്ന നല്ല കർമ്മങ്ങളാണ്. അങ്ങനെ കുറെ മനുഷ്യന്മാർ
നല്ല ഹസനത്തുകൾ ചെയ്ത് മുഖം പ്രകാശപൂരിതമായി നിൽക്കുന്ന ആഖിറത്തിൽ നിൽക്കുന്ന കുറെ മനുഷ്യർ അതുമുണ്ട്. ഖുർആനിന്റെ മറ്റൊരിടത്ത് കാണാം, കുറച്ച് ആളുകളുടെ മുഖം കറുത്തുപോയ മനുഷ്യരായി അവിടെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ തെറ്റ് ചെയ്തവരാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു രൂപം. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളുടെ മുഖം, അവരുടെ മുഖങ്ങൾ നല്ല പ്രകാശപൂരിതമായിരിക്കും, അള്ളാഹുവിൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരു വിഭാഗം. ആ വിഭാഗത്തെയാണ് ഈ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യർക്കുള്ള പ്രതിഫലം അള്ളാഹു പറയുന്നു. അവരെവിടെയാണ്? ഫീ ജന്നത്തിൻ ആലിയ, സ്വർഗത്തിൽ ഉന്നതമായ ഇല്ലിയീനിലാണ് അവരുടെ താമസം. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവര് സുഖത്തിലാണ്, പക്ഷേ അവർക്ക് അവിടെ ആരുടെയും വേദനിപ്പിക്കുന്ന ഒരു സംസാരം പോലും ഉണ്ടാകുന്നില്ല. ദുനിയാവിൽ ചിലപ്പോ നല്ല സുഖത്തിലും സൗകര്യത്തിലും സ്ഥാനമാനങ്ങളും സമ്പത്തും ഒക്കെ ഉള്ള മനുഷ്യന് ചിലപ്പോ അങ്ങാടിയിൽ ഇറങ്ങിയ ചീത്ത വെക്കും, അല്ലെങ്കിൽ അവനെ പറ്റി കുറ്റം പറയുന്ന 100 ആള് വേറെ ഉണ്ടാവും, അല്ലെ? എത്ര നല്ല മനുഷ്യനാണെങ്കിലും അവനെ മോശപ്പെടുത്താനും ജനങ്ങളെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കാനും ഒരു 4 ആളെങ്കിലും വേറെ ഉണ്ടാവും. അത് ദുനിയാവിന്റെ ഒരു സ്വഭാവമാണ്. അത് ആര് മാറ്റിയെടുത്താലും മറമുല്ല, ദുനിയാവിന്റെ ഒരു സ്വഭാവമാണ്. ദുനിയാവിൽ അങ്ങനെ ഉണ്ടാകും, അതാണ് ദുനിയാവ്. എന്നാൽ ആഖിറത്തിൽ അല്ലാഹു സ്വർഗത്തിലെ ഒരു മഹത്വം പറയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ ഫീ ജന്നത്തിൻ ആലിയ, അവർ സ്വർഗത്തിനാണ്. എന്നാൽ സുഖം ആഡംബരത്തിലെല്ലാം കഴിയുന്ന മനുഷ്യന് ദുനിയാവിൽ വിമർശിക്കാനും അവനെപ്പറ്റി ചീത്തത് പറയാനും ആളുണ്ട് എങ്കിൽ ഒരിക്കലും ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവനെ കുറിച്ചൊരു മനുഷ്യൻ പോലും മോശമായൊരു വാക്ക് പോലും പറയുന്നത് അവൻ കേൾക്കേണ്ടി വരൂല. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ഇത് അല്ലാഹുവിനല്ലാതെ ആർക്കാ പറയാൻ കഴിയാം, അല്ലെ? നാളെ എന്നെ കുറിച്ച് ഞാൻ മോശമായ ഒരു സംസാരം എവിടെ നിന്നും കേൾക്കൂല എന്ന് പറയാൻ എനിക്കും ധൈര്യമില്ല, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും ധൈര്യമില്ല, നമ്മൾക്കാർക്കും അങ്ങനെ ഒരു ഉറപ്പ് തരാൻ കഴിയുന്നില്ല. എന്നാൽ അല്ലാഹു പറയാണ്, നാളെ നിങ്ങൾ ആ സ്വർഗത്തിൽ വന്ന് കയറിയാൽ ലാ തസ്മഉ ഫീഹാ ലാഗിയ, നിങ്ങൾക്ക് അങ്ങനെ മോശമായ ഒരു സംസാരവും കേൾക്കേണ്ടി വരില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫീഹാ ഐനുൻ ജാരിയ, അവിടെ നല്ല ഒഴുകുന്ന നദിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചത്. ഫീഹാ സുറുറുൻ മർഫൂഅ, നല്ല ഉയർന്ന കട്ടിലുകൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. വഅക്വാബും മൗളൂഅ, നല്ല കപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി കുടിക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വനമാരിഖു മസ്ഫൂഫ, നല്ല തലയിണകളെ നിരനിരയായി ഭംഗിയായി നിങ്ങൾക്ക് കിടക്കാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വസറാബിയ്യു മബ്സൂസ, നിങ്ങൾക്ക് വേണ്ടി കിടക്കാനുള്ള നല്ല മെത്തയെ അല്ലാഹുവോടെ വിരിച്ചിട്ടുണ്ട്. ഒരു നന്മ ചെയ്ത മനുഷ്യന് അവന്റെ പ്രതിഫലം പറയാൻ വേണ്ടി അല്ലാഹ് എത്ര ആയത്ത് ഉപയോഗിച്ചു നോക്കിയേ. വുജൂഹു യൗമഇദിൻ നഈമ എന്ന് പറഞ്ഞ മനുഷ്യൻ അവന്റെ ലിസഈഹാ റാദി, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം കബൂലാക്കിയപ്പോൾ അവന് നാളെ കിട്ടുന്ന സമ്മാനങ്ങൾ അല്ലാഹു പറയാണ്. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറുൻ മർഫൂഅ വഅക്വാബുൻ മൗളൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. 7 നിരത്തി അങ്ങ് പറഞ്ഞു. സ്വർഗത്തില് വളരെ മർമ്മപ്രധാനമായ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട 7 എണ്ണി പറയാൻ. എന്തുണ്ടായാൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടത് ചെയ്യണം. നമ്മൾ ഹദ്ദാദ് ചെല്ലുമ്പോ ചൊല്ലും, അല്ലേ? റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. എന്റെ റബ്ബ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. റളീനാ ബില്ലാഹി റബ്ബൻ, എന്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതം ഇസ്ലാമായിട്ട് ഞാൻ അംഗീകരിച്ചു, തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകനായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും ഞാൻ തൃപ്തിപ്പെട്ടു. ഇത് 3 നമ്മൾ കരാർ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നാളാഖിറത്തിൽ ഒരു ഗുണവും ചെയ്യാത്ത അമല് ചെയ്യാന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഖുർആനിന്റെ ആയത്തുകളെ നമ്മൾ എല്ലാ ആഴ്ചയിലും നിസ്കാരങ്ങളിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചോദ്യം വന്നുകൊണ്ടേയിരിക്കണം. ഇനി അള്ളാഹു പറയുന്നൊരു ഭാഗമുണ്ട്.
അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. 2-3 ചോദ്യം അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വിശദീകരിച്ചാൽ തീരൂല. കാരണം ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കൂ മനുഷ്യ എന്നാ പറയുന്നത്. ഒട്ടകത്തിലേക്ക് നോക്കാനാണ് പറയുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ൽ കൈഫ ഖുലിഖത്. എങ്ങനെയാണോ ആ ഒട്ടകത്തെ ഞാൻ സൃഷ്ടിച്ചത്, ആ ഒരൊറ്റ ഒന്നിലേക്ക് നോക്കിയാൽ മതി നിന്റെ ഈമാൻ കൂടാൻ. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് പറയണം. സഫീനത്തുസ് സഹറാ എന്ന് പറഞ്ഞ കോടമ്പഴ ഉസ്താദ് ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിലെ കപ്പൽ. സഫീനത്തുസ് സഹറാ, മരുഭൂമിയിലെ കപ്പൽ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഒട്ടകത്തിനെ പറ്റി മാത്രം പറഞ്ഞ കിതാബ് സഫീനത്തുസ് സഹറാ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ നമുക്ക് ബന്ധിപ്പിച്ച് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈ സൂറത്തിന്റെ തുടക്ക ഭാഗത്ത് 2 വിഭാഗം ആളുകളാണ് അല്ലാഹ് പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ മുമ്പിൽ മുഖം ഇരുണ്ട മനുഷ്യരും, 2 മുഖം പ്രകാശിതമായ മനുഷ്യരും. നമ്മൾ ആ പ്രകാശപൂരിതമാകുന്ന അള്ളാഹുവിന്റെ അടുക്കൽ ലിസഈഹാ റാളിയ എന്ന് പറഞ്ഞ നമ്മളെ തൃപ്തികരമായ നമ്മളെ അധ്വാനത്തിന്റെ ഫലങ്ങളെ അള്ളാഹു തൃപ്തിപ്പെട്ട അധ്വാനത്തിന്റെ ഫലങ്ങളാക്കി നമുക്ക് ലഭിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.